മേരി മേരി നാശം. മേരി എന്താടി തുറക്കാനൊരു താമസം? അതോ അകത്താരെങ്കിലും കയറ്റി പൊറപ്പിക്കായിരുന്നോ? നാശം. എഴുന്നേറ്റപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഒരു പുസ്തകവും വേണ്ട കെട്ടുന്നു. എവിടെ പൊണ്ടറം? ഇന്ന് ഞാൻ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. നാശം. പണി നാശം പിടിക്കാൻ ഇതിന് വെച്ചിരുന്ന കാശ് തേടി ഞാനെടുത്തില്ല. പിന്നെ ഇതിന്റെ പാട്ടെടുത്തെടുത്തു. കാശെടുക്കണി. എടി കാശെടുക്കാൻ ഓശെടുക്കാൻ നിന്നെ ഇന്ന് ഞാൻ കൊന്നുകളെ ഞാൻ. അയ്യോ എന്റെ മാല. അയ്യോ അയ്യോ സാറേ, എങ്ങോട്ടാ? സിറ്റിയിലേക്കാണോ? അല്ല, ബസ്സിനാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അത്യാവശ്യമാണെങ്കിൽ സ്റ്റാൻഡിലേക്ക് തരാം. മീറ്റർ കാശ് വന്നാൽ മതി. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ മകനിവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാ, ICUലാ. അത്യാവശ്യമായിട്ട് ക്യാഷിന് ഇത്തിരി ടൈറ്റ് വന്നു. ഇവിടെയാണെങ്കിൽ എനിക്കത്ര പരിചയം പോരാ. എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ കയ്യിലൊരു തരി പൊന്നുണ്ട്. കുറേ നേരമായി ഞാൻ ഈ ടൗണിൽ കിടന്ന് നട്ടം തിരിയുക. എന്തെങ്കിലും ഒരു വഴി. സാറിനിപ്പോൾ വല്ലതും പണയം വെക്കാനാണോ? ആ, ഈ നേരത്തിപ്പോൾ സമയത്തിലായില്ലേ സാറേ? ആ, ഒരു വഴിയുണ്ട്. സാറ് കയറിക്കോ. സാറേ, ഇവിടുന്ന് കുറച്ച് ചെല്ലുമ്പോൾ ഒരു ചാപ്പലുണ്ട്. അതിനടുത്ത് ഒരു അവറാച്ചൻ താമസിക്കുന്നുണ്ട്. ഒരു പഴയ ബ്ലേഡ്. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ ബ്ലേഡിന് പകരം നിൽക്കും ഇപ്പം അങ്ങേര്. എങ്കിലും സാറേ, അങ്ങേരെ അടുത്ത് പോയാൽ കാര്യം നടക്കും. പക്ഷേ ലേശം കടുംപിടുത്തം പിടിക്കേണ്ടി വരും. എന്നാലും സാരമില്ല, കാര്യം നടക്കൂലോ. അങ്ങനെ അവസാനം കെട്ടുതാല് വരെ എത്തി അല്ലേടാ അംബ്രോസേ? ഇത് പെണ്ണുമ്പിള്ളയുടെ തന്നെ അല്ലേടാ? അതോ ഇനി? മുതലാളി പേടിക്കണ്ട, ഇത് നമ്മുടെ തന്നെ. എനിക്കെന്നാ പേടി? കയ്യിലൊരു തരി പൊന്നു വീണ എന്നാ കഴിക്കുവോ? അതവിടെ നിൽക്കട്ടെ. നിന്നോട് എത്ര നാളായിട്ട് പറയണതാ ആ വീടും പറമ്പിന്റെ കാര്യം? അതൊക്കെ ആലോചിക്കാം, സമയമുണ്ടല്ലോ മുതലാളി. എടാ, മറ്റാര് പറയണതിലും 10 രൂപ കൂട്ടിത്തരാം. എന്നാ പോരായോ? ആയിക്കോട്ടെ മുതലാളി. മുതലാളി ഇങ്ങനെ അതൊന്നും പറയാണ്ട് അതിനുള്ളത് എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് താ. പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. കാശ് ഞാൻ തരാം. അപ്പോ എന്നതാ നീ പ്രതീക്ഷിക്കുന്നേ? ഓ,
എന്താന്ന് വെച്ചാൽ തന്നേച്ചാ മതി. മുതലാളി എനിക്ക് വിശ്വാസമാണ്. ആ ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ആ ഞാൻ ഓട്ടത്തിലാ. ആ വിളിക്കാം. എത്താറായോ? ഇവിടെ അടുത്താ. എനിക്ക് വഴി അത്ര നിശ്ചയം പോരാ. ഒരു രക്ഷയില്ല സാറേ. എന്തു പറ്റി? ആകെ ഉണ്ടായിരുന്ന കാശെടുത്ത് അങ്ങേര് വേറൊരു ഇടപാട് തീർത്തുന്നു. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. കിട്ടുമെന്ന് സംശയമാണ്, എന്നാലും നോക്കിയാരേ. അതെ, വണ്ടി ഇവിടെ നിർത്തിക്കോ. എന്തു പറ്റി സാറേ? അത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയുണ്ട്. അവനെ കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. എന്നാ സാറ് കയറിക്കോ, ഞാൻ അവിടേക്ക് തരാം. ഓ വേണ്ട, നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ. കാശ് എത്രയേ? വേണ്ട സാറേ, കുഴപ്പമില്ല. ഏതായാലും ഇത് വെച്ചോ. രാവിലെ മുതൽ താനും കഷ്ടപ്പെടുന്നല്ലേ. സാറ് ധൈര്യമായിട്ടിരിക്കേ, എല്ലാം ശരിയാവും. എന്നാ ശരി. ഒരു ബാറ്റ് സിഗരറ്റ് എടുത്തേ. എന്നാ ചേഞ്ചില്ലേ? ഇല്ല. ഒന്ന് നോക്കിയേ. ആ എവിടെ ഇട്ട് നോക്കാൻ? കയ്യിലുണ്ടോ തരിയല്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആകെ ഇവിടെ 10-250 രൂപയുടെ കച്ചവടം. ഓഹോ, എന്നാ പിന്നെ ഞാൻ ഇനി ചില്ലറ തൂക്കി നടക്കാം. വേണേ എടുക്കണോ? ഇതാ ഓ, തൻ്റെ കയ്യിലും ചേഞ്ചില്ലേ? ഇതേ ഉള്ളു. ഇയാളെ ആശം വേണേ എടുത്തോ. എന്നാ ഓരോ അവന്മാര് വരും. കിട്ടിയതായി. സ്നേഹം
കള്ളൻ 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 എന്റെ ബാഗ് ആണ് കള്ളൻ കള്ളൻ പിടിക്കാനാ അവിടെ നിൽക്കാൻ കള്ളൻ കള്ളൻ അവിടെ നിൽക്കണം അവിടെ നിൽക്കണം എടാ അവിടെ നിൽക്കാൻ എടാ അവിടെ അവിടെ നിൽക്കണം അവിടെ നിൽക്കണം സാറെന്താ ഇവിടെ? അത് ഞാൻ ഈ എന്തുപറ്റി? ഒരു ജീപ്പ് പോകുന്നത് കണ്ടു. എനിക്ക് കയ്യും കാലും വരച്ചിട്ട് വയ്യ. ഇത്രയും പണം താനൊരു കാര്യം ചെയ്യാമോ? നമുക്കോടുള്ള പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. എന്തിന്? ഈ പണം എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എൻ്റെ പൊന്നു സാറേ, ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആദ്യമേ സാറൊന്ന് ആലോചിച്ച്. അല്ലെങ്കിൽ കാശ് കൃത്യമായിട്ട് അങ്ങനെ സാറിന് മാത്രം കയ്യിലെത്തി? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സമയം അത്രയും ഇതിനു വേണ്ടിയിട്ടല്ലേ സാറ് ഓടി കടന്നത്. മൂപ്പർക്ക് തോന്നിക്കാണും സാറിൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കേണ്ട നല്ല നേരം ഇപ്പോഴാണെന്ന്. ഇതൊക്കെ ഒരു നിമിത്തമായി കണ്ടാൽ മതി സാറേ. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. ഈ കാശ് എത്രയും വേഗം സാറ് ഹോസ്പിറ്റലിൽ എത്തിക്കി. എന്നാലും അത് വേണ്ട. മറ്റാരുടെയോ പണം ഇത് ഏത് വിധത്തിലുള്ളതാണെന്ന് ആർക്കറിയാം. അത് ശരിയാവില്ല. ഇത് നമുക്ക് വേണ്ട. ആയിക്കോട്ടെ സാറേ, നമുക്ക് ഈ പണം തിരിച്ചേൽപ്പിക്കാം. അതിന് ഇന്ന് വേണ്ട, നാളെ ആവട്ടെ എന്നൊന്ന് കരുതിയാൽ എന്താ കുഴപ്പം? ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിനല്ലേ സാറേ. സാറിൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് പണയം വെച്ചിട്ട് മുഴുവൻ കാശ് നമുക്ക് നാളെ തന്നെ പോലീസിൽ ഏൽപ്പിക്കാം. അത് വേണോ? വേണം സാറേ. ഒരു തരം റോളിങ് ഇപ്പം ആവശ്യക്കാരൻ നമ്മളല്ലേ. നാശം ഓരോ വയ്യവേലികൾ. ആരാത്? ഒന്നും പറയണ്ട സാറേ, നമ്മുടെ ഒരു അയൽവക്കക്കാരനാ. കുടിച്ച് ബോധമില്ലാണ്ട് നടുറോട്ടിൽ കിടക്കായിരുന്നു. വല്ല വണ്ടിക്ക് അടവെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇതിപ്പോൾ കുരിശായി എന്ന് പറഞ്ഞാൽ മതി. ആ, ഇതേതായാലും നന്നായി, ഇതുവഴി വരാൻ പറ്റിയില്ലോ. സാറ് കയറിക്കോ, ഞാൻ ഹോസ്പിറ്റലിൽ വിടാം. എന്നാലും ഒരെന്നാലും ഇല്ല, സാറ് കയറ്. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര മന്തിയല്ല.